ഡോക്ടർ CJ റോയിയുടെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കും. ജോയിന്റ് കമ്മീഷണർ വംശി കൃഷ്ണയുടെ നേതൃത്വത്തിൽ 2 DCPമാരും 2 ACPമാരും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ സംഘത്തിന്റെ ഭാഗമാണ്. മരണവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി G. പരമേശ്വരൻ വ്യക്തമാക്കി. ആദായനികുതി വകുപ്പിനെതിരെ കുടുംബാംഗങ്ങൾ നേരത്തെ മൊഴി നൽകിയിരുന്നു. എന്നാൽ സമ്മർദ്ദമുണ്ടായി എന്ന ആരോപണം നിഷേധിക്കുകയാണ് ആദായനികുതി വകുപ്പ്. CJ റോയിയുടെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് കർണാടക പോലീസ്. ജോയിന്റ് കമ്മീഷണർ വംശി കൃഷ്ണയുടെ കീഴിൽ 2 DCPമാർ 2 ACPമാർ ഉൾപ്പെടെ വിപുലമായിട്ടുള്ള ഒരു ഉന്നതതല അന്വേഷണ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി കർണാടക സർക്കാർ അല്ലെങ്കിൽ പോലീസ് കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി G. പരമേശ്വര ഈ SITയുടെ ഫോർമേഷനെ കുറിച്ച് SIT രൂപീകരിച്ചതിനെ കുറിച്ച് പറഞ്ഞത്. ഏതായാലും ഈ വിഷയത്തിൽ നിലവിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിലാണ്. പ്രാഥമികമായി ഇപ്പോഴൊന്നും പറയാനില്ല എന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം വന്നത്. ഏതായാലും കുടുംബവും അതുപോലെ തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ ജീവനക്കാരുമൊക്കെ ആരോപിക്കുന്നത് വലിയ തോതിലുള്ള സമ്മർദ്ദം CJ റോയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു. അതിനെ തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. തുടർച്ചയായ റെയ്ഡുകൾ അദ്ദേഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പും അദ്ദേഹത്തിൻ്റെ കുടുംബവുമൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ വരും. ഈ മരിക്കുന്നതിന് മുൻപ് CJ റോയ് ആരെയൊക്കെ ഫോൺ വിളിച്ചു, അവരുടെ വിശദാംശങ്ങൾ തേടി അവരിൽ നിന്ന് വിവരങ്ങൾ തേടുന്നുണ്ട്. അതായത് അവരോട് ഇത്തരത്തിൽ സമ്മർദ്ദത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്നറിയുന്നതിനാണ് ഇത് നോക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഓഫീസിൽ എത്തിയ സമയത്ത് ഉള്ള CCTV ദൃശ്യങ്ങളും കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ, വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ ഡയറിയിൽ പരാമർശിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ്. ഏതായാലും ആദായനികുതി വകുപ്പ് സംശയത്തിൻ്റെ മുനയിലാണ്. എന്നാൽ പോലും അവർ നൽകുന്ന വിശദീകരണം അനുസരിച്ച് യാതൊരു തരത്തിലുള്ള സമ്മർദ്ദങ്ങളും തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ഈ റെയ്ഡിന് ശേഷം, പരിശോധനയ്ക്ക് ശേഷം അവിടെ നിന്ന് മടങ്ങിയത്. ഇന്നലെ പരിശോധന നടന്നിട്ടില്ല. ഈ ചില സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോയത് മാത്രമാണ് ചെയ്തത് എന്നുള്ള ഒരു വിശദീകരണമാണ് ആദായനികുതി വകുപ്പ് നൽകുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഈ CJ റോയിയുടെ മരണം വല്ലാത്ത ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ വ്യക്തത വരുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 3:15 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. ഈ വെടിയുണ്ട ശ്വാസകോശത്തെയും ഹൃദയത്തെയും തുളച്ച് ശരീരത്തിനുള്ളിലേക്ക് കയറിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരം. ഏതായാലും ഇതിൻ്റെ എല്ലാം സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ കുടുംബത്തിൻ്റെ ആരോപണം നിലനിൽക്കുമ്പോൾ തന്നെ യാതൊരു തരത്തിൽ ഉള്ള ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് ആദായനികുതി വകുപ്പ്.